തഖ്ലീമുൽ അദ്ഫാർ നഖം വെട്ടുക എന്നതാണ്. അത് സുനനുൽ ഫിത്രയിൽ പെട്ടതാണ്. നഖം നീട്ടി വളർത്താതെ വെട്ടി ചെറുതാക്കുക. നഖം വെട്ടുമ്പോൾ അധികരിപ്പിക്കരുത്. മാംസം വല്ലാതെ നനഞ്ഞ മാംസം അതിലേക്ക് കയറ്റി വെട്ടുക എന്നത്, അതിരി കവിയുക എന്നത് ആവശ്യമില്ലാത്തതാണ്. അവൻ്റെ ഉണങ്ങിയ നഖം വെട്ടുക. ചില ആളുകൾ ചിലപ്പോൾ ചില നഖങ്ങൾ മാത്രം വളർത്തി വെക്കും. അത് പാടില്ല. എല്ലാ നഖവും വെട്ടണം. നഖം വെട്ടേണ്ടത് എങ്ങനെയാണ്? ഏത് ഭാഗം മുതൽ തുടങ്ങണം, എവിടെ അവസാനിക്കണം? ഗസാലി അദ്ദേഹം അതിന് ചില മര്യാദകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലത് കയ്യിൽ നിന്ന് ഇവിടെ തുടങ്ങണം, ഇവിടെ അവസാനിക്കണം. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഗസാലി പറഞ്ഞ ആ കാര്യത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു ഹദീസിലും അത് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന രൂപത്തിൽ വിരൽ വെട്ടി നഖം വെട്ടാവുന്ന ഒരു ഹദീസിലും എവിടെ നിന്ന് വെട്ടണമെന്നില്ല. നഖം വെട്ടാൻ പ്രത്യേകിച്ചൊരു ദിവസവും പറഞ്ഞിട്ടില്ല, വെട്ടാതിരിക്കാനും ഒരു ദിവസം പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ചിലപ്പോൾ വെട്ടുന്നത് കാണുമ്പോൾ പറയേ ഇപ്പോൾ വെട്ടാൻ പാടില്ല, ഇത് ദിവസം വേറാണ്, അതല്ലെങ്കിൽ ഇന്ന ദിവസം അതുവരെ നീട്ടിവെക്കുമെന്ന്. നഖം വളർന്നിട്ടുണ്ടാവും, പക്ഷേ നീട്ടിവെക്കും, വേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം നത്ഫുൽ ഇബത്ത്, കക്ഷത്തിലെ രോമം നത്ഫ് ചെയ്യും. നത്ഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പറിക്കുക, പ്ലക്ക് ചെയ്യുക. കക്ഷത്തിലെ രോമം നബി സല്ലല്ലാഹു അലൈഹി ഹദീസുകൾക്കൊക്കെ വന്നിട്ടുള്ളത് നത്ഫ് എന്ന പദമാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഗുഹ്യസ്ഥാനത്തെ രോമം എന്താ പറഞ്ഞത്? ഇസ്തിഹ്ദാദ്, വടിക്കണമെന്ന് തന്നെ പറഞ്ഞു. ഹൽഖുൽ ആന, അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ കക്ഷത്തിൻ്റെ രോമം വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു നത്ഫുൽ ഇബത്ത്, കക്ഷത്തിലെ രോമം പറിക്കുകയാണ് വേണ്ടത്, പ്ലക്ക് ചെയ്യാണ് വേണ്ടത്. അതാണ് സുന്നത്ത്, അതാണ് സുന്നത്ത്. ഒരാൾ ചെറുപ്രായത്തിൽ തന്നെ അത് ശീലിപ്പിക്കുകയാണ് എങ്കിൽ അത് പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ വടിച്ചു തുടങ്ങിയാൽ, അത് രോമം വരുന്ന കാലം മുതൽ, കൗമാരം മുതൽ ഒരാൾ വടിച്ചു തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ പ്രയാസമാണ്. ചില ആളുകൾക്ക് അവരുടെ രോമം വളരെ ശക്തിയുള്ളതായിരിക്കും. അപ്പോൾ അത് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്തം വരും, ബുദ്ധിമുട്ട്, വലിയ വേദന ഉണ്ടാക്കും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പ്രയാസമുണ്ട് എങ്കിൽ അവൻ വടിച്ചാൽ തെറ്റില്ല. എന്നാൽ ഒരാൾക്ക് പറിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. എന്താണ് പറിച്ചാലുള്ള ഗുണം? പറിച്ചാൽ പല ഗുണങ്ങളുണ്ട്. അതിലൊന്ന് കക്ഷത്തിലെ വിയർപ്പിൻ്റെ മണം കുറയുമെന്നത്, അത് ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗുണം, പ്രായമായ പലരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് വടിച്ചു കഴിഞ്ഞാൽ കക്ഷത്തിൽ കറുത്ത കുരു പ്രത്യക്ഷപ്പെടും. അതിങ്ങനെ തടിച്ച കുരു ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അത് വടിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഒരാൾ സ്ഥിരമായി അത് പറിക്കുകയാണ് എങ്കിൽ ആ പ്രശ്നമുണ്ടാവുകയില്ല. അവിടെയുള്ള ചർമ്മം അത് വൃത്തികേടാവുകയില്ല. അത് ഈ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്നത് അശ്റും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ ഫിത്രത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു മീശ ചെറുതാക്കുക, ഇഅഫാഉൽ ലിഹ്യ, താടി വളർത്തുക അല്ലെങ്കിൽ താടി വെറുതെ വിടുക, വസിവാക്ക്, പല്ലു തേക്കുക, വസ്തിൻഷാഖുൻ ബിൽമാ, വുദു എടുക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറ്റി കഴുകുക, വഖസ്സുൽ അദ്ഫാർ, നഖം വെട്ടുക, വഖസ്ലുൽ ബറാജിം, നഖങ്ങൾ അവക്കിടയിലുള്ള നഖങ്ങളുടെ മടക്കുകൾ അവ കഴുകുക. വുദു എടുക്കുന്ന സമയത്ത് നമ്മുടെ നഖം മടക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചിട്ടില്ല, അവിടെ കറുത്തിട്ടേ, ഈ സ്ഥലങ്ങൾ തേച്ച് കഴുകുക എന്നത് ഫിത്രത്തിൽപ്പെട്ടതാണ്. അവിടെ ഇങ്ങനെ തേച്ച് കഴുകുക എന്നുള്ളത് ഫിത്രത്തിൽപ്പെട്ടതാണ്. വനത്ഫുൽ ഇബത്ത്, അതുപോലെ തന്നെ കക്ഷത്തിലെ രോമം പറിക്കുക, വഹൽഖുൽ ആന, ഗുഹ്യസ്ഥാനത്തെ രോമം വടിക്കുക, വൻതിഖാസ് അൽമാ, വെള്ളം കൊണ്ട് ഗുഹ്യസ്ഥാനം വൃത്തിയാക്കുക. ഇത് മുൻപ് നമ്മൾ പറഞ്ഞ ഇസ്തിൻജാ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഫിത്രത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല.